ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉത്രാടത്തിനും തലേന്ന് വെച്ച വീഡിയോ ആണ്. പിന്നെ ഉത്രാടത്തിൻ്റെ വിശേഷങ്ങളും തിരുവോണത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈങ്ങൽപ്പടി വരെ വൈകുന്നേരം പോവുമായിരുന്നേ. പൂവ് വാങ്ങാൻ. ഒന്നാമത് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. കുറച്ച് പേരുടെയൊക്കെ പെൻഡിങ്ങിലുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഓണം തന്നെ ആഘോഷിക്കാൻ പറ്റുമോയെന്ന് പൂവൊന്നും ഇടണ്ടെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ എന്തോ പെട്ടെന്നൊരു ഊർജ്ജം വരികയെന്ന് പറയില്ലേ, എല്ലാ വർഷവും ആഘോഷിക്കുന്നല്ലേ, ഈ വർഷം അത് മുടക്കണ്ട, പൂവിടണ്ട. കഴിഞ്ഞ വർഷം ഞാൻ ഒന്നോട്ടിട്ടേ ഇട്ടിരുന്നു. അപ്പോൾ തലശ്ശേരി പോയിട്ടൊന്നും പൂവ് വാങ്ങാൻ കഴിയില്ല. ഈങ്ങൽപ്പടിയിൽ പൂവുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. 2 ദിവസം ഉത്രാടത്തിന് തിരുവോണത്തിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പോയാൽ നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഈങ്ങൽപ്പടിയിൽ പൂവുണ്ടായിരുന്നു. പൂവിനാണെങ്കിൽ ഒടുക്കത്തെ പൈസ, 100 ഗ്രാമിന് തന്നെ നല്ല പൈസയുണ്ട്. അപ്പോൾ കുറച്ച് പൂവ് ഞാൻ ഒരു 100-500 രൂപേൻ്റെ പൂവ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാർ എന്താ പറയുക, കാണും വിറ്റും ഓണം ഉണ്ണെന്ന് പറയുന്ന പോലെ ഇതെന്തായാലും മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ എൻ്റെ കുഞ്ഞിനും കൂടി കാണിച്ചു കൊടുക്കാമല്ലോ. കഴിഞ്ഞ വർഷം അവൾ തീരെ ചെറുതായിരുന്നു. ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട് അവൾക്ക് നല്ല പനിയാണ്. ഇത് ഉത്രാടത്തിൻ്റെ തലേന്ന് തൊട്ടിട്ട് അവൾക്ക് നല്ല പനി. ഇത്രയും കാലം പനിയൊന്നും ഇല്ലായിരുന്നു. ഓണം വരാൻ കാത്തു നിന്നത്. അപ്പോൾ പൂവൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വാങ്ങിയ പൂവ് ഇതെല്ലാമാണ്. കുറച്ച് പലതരം കളറ് റോസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഉത്രാടത്തിന് ചെറിയൊരു പൂക്കളർ ഇട്ടിട്ട് ബാക്കി നീ തിരുവോണത്തിന് മാറ്റി വെച്ചേക്ക്, ഇനിയും പൈസ കൊടുത്തിട്ട് വാങ്ങാൻ നിന്നാൽ നമ്മൾ കീശ കാലിയാവുകയുള്ളൂ. പൂവാണെങ്കിൽ അത്രയൊന്നും ഇല്ല. അപ്പം നമ്മൾ തലശ്ശേരിയിൽ ഓണായാലും വിഷു ആയാലും ബിരിയാണി ആയിരിക്കും. അപ്പോൾ ഉത്രാടത്തിന് ഒരു ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാക്കുന്ന വിചാരിച്ചു. അപ്പോൾ പോയി വന്നിട്ട് ഞാൻ പച്ചടിയും പുളിയിഞ്ചിയും രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിറ്റേന്ന് മോളെങ്ങനെയായിരിക്കും മൂടല്ലെന്ന് അറിയാത്തതുകൊണ്ട് ആ 2 പണിയും ഞാൻ രാത്രി തന്നെ കഴിച്ചു വെച്ചിരുന്നു. പിന്നെ വേഗം പോയിട്ട് വാങ്ങി വെച്ച പൂവ് കുറച്ചെടുത്തിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് അത്ര ഓക്കെ അല്ല. ചിലപ്പോൾ രാവിലെ ആയിരിക്കും പണി വരിക. പിന്നെ മോൾക്കും നല്ല പനിയാണ്. നല്ല പനിയെന്ന് വെച്ചാൽ നല്ല പനിയായിരുന്നു. ഈ തിരുവോണത്തിനെങ്കിലും കുളിപ്പിക്കാൻ പറ്റണേ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ദിവസം വരാൻ കാത്തു നിന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിരുവോണത്തിന് കുളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് തിരുവോണത്തിനാണ്. എന്തായാലും വിചാരിച്ച പോലെ നല്ലൊരു ഓണം തന്നെയായിരുന്നു ഇപ്രാവശ്യവും ഞങ്ങളെ. പിന്നെ നിങ്ങളെയൊക്കെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വ്യൂസ് തീരെ കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോസ് ഇടാനും തോന്നാത്തത്. അപ്പോൾ ഞാൻ പൂവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളവിടെ പൂവ് എങ്ങനെയാ കൈകൊണ്ട് എത്തിപ്പിടിക്കുകയാണ്, വലിച്ചെടുക്കാൻ പറ്റുമോയെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൂടെ വന്ന് കൈയെടുത്ത് ഒരു പൂവെടുത്ത് കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ കുറേ കളറ് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ പൂവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമ്മയും കുറച്ച് ഇലകളെല്ലാം മുറിച്ചിട്ടിരുന്നുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ സിറ്റ് ഔട്ടൊന്ന് നല്ലോണം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുൾ വീഡിയോ എടുക്കാം, കുക്കിങ്ങൊക്കെ കാണിക്കാം. സദ്യ ഉണ്ടാക്കുന്നതല്ലേ, ചെറിയ രീതിയിലുള്ള സദ്യ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ രാവിലെ തന്നെ എനിക്ക് നല്ല പണി കിട്ടി. എന്താ പണി കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഈ തുടക്കുന്ന സമയത്ത് ഈ മോപ്പ് കൊണ്ട് ട്രൈപോഡിനൊന്ന് തട്ടിപ്പോയി. ട്രൈപോഡ് നിലത്ത് വീണിട്ട് ഈ ഫോൺ വെക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അത് 2 കഷ്ണമായിട്ടുണ്ട്. എനിക്കിപ്പോൾ ട്രൈപോഡില്ല, ഇനിയൊന്ന് ഓർഡർ ചെയ്ത് വാങ്ങണം. അപ്പോൾ വീഡിയോ ഞാൻ ഏറ്റവും പരമാവധി ചെറുതാക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ എടുത്തത്. കാരണം ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തരാനൊന്നുമില്ല. ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ തിരക്കുള്ള സമയത്ത് ഇത് നടക്കാത്ത കാര്യമായതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ചെറുതാക്കിയിട്ടാണ് എടുത്തത്.
ട്രൈപോഡ് തട്ടി പൊട്ടിയതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തുതരാൻ ആരുമില്ല, പൂക്കൾ ഇടുന്നൊന്നും വീഡിയോ എടുത്തുതരാൻ ആരുമില്ല. അപ്പോൾ ഉത്രാടത്തിന് ഞാനിട്ട പൂക്കളാണിത്. പിന്നെ മോളെല്ലാം എഴുന്നേറ്റു, അവളെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഒരു വിധത്തിലും ഫോട്ടോ എടുക്കാൻ നിന്നേരുന്നില്ല. ഇപ്പം എന്തോ ഫോട്ടോ എടുക്കാൻ പോയാലും ഒന്നിക്കിളിതാ തല ഒന്ന് ഉയർത്തിയിട്ട് ക്യാമറയിൽ നോക്കില്ല. നിങ്ങളെല്ലാ ഫോട്ടോയിലും കണ്ടു തല താഴ്ത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ മുട്ടായെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ഒരു ഫോട്ടോ കിട്ടിയെന്ന വിധത്തിൽ ഇരുത്തിയതാണ്. എന്തോ ഭയങ്കര ഇഷ്ടമല്ല ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അവളെ അച്ഛൻ ഗൾഫിൽ നിന്ന് പറയും ഒരു ഫോട്ടോ എങ്കിലും മര്യാദയ്ക്ക് എടുത്ത് അയച്ചു തരുമെന്ന്. പക്ഷേ ചില മക്കൾ എനിക്ക് കൊതിയാവും. ഓരോ ചെറിയ കുട്ടികൾ ഈ പോസിങ് എല്ലാം ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ കുട്ടികൾ ഓരോ രീതിയായിരിക്കും അല്ലേ. ഇവക്കെന്തോ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഉത്രാടത്തിൻ്റെ ചെറിയൊരു സദ്യ എന്ന് പറയുന്നത് എല്ലാ ഐറ്റംസും ഉള്ള സദ്യ അല്ല. അച്ചാറുണ്ട്, പുളിങ്കറിയുണ്ട്, ഇഞ്ചിപ്പുളിയുണ്ട്, പച്ചടിയുണ്ട്, കൂട്ടുകറിയുണ്ട്, വറവുണ്ട്, പിന്നെ ചോറ് വെച്ചിന്. പരിപ്പ് കറിയൊന്നും വെച്ചിട്ടില്ല, കാരണം പിറ്റേന്ന് ബിരിയാണി ആയതുകൊണ്ട് ഇതൊന്നും ചിലവാവില്ല. ഇപ്പോൾ സാമ്പാർ വെച്ചിന്, പിന്നെ പായസം വെച്ചിരുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലട പായസമല്ലേ, പിന്നെ പഴം, പപ്പടം, ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ഉത്രാടത്തിൻ്റെ സദ്യ. സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഒരു പിന്നെ ഇത് തിരുവോണത്തിൻ്റെ ഇന്നത്തെ വിശേഷമാണ്. രാവിലെ തന്നെ ഞാൻ തലേന്ന് ഉത്രാടത്തിനിട്ട പൂക്കളെല്ലാം ഒന്ന് നല്ലോണം വൃത്തിയാക്കുന്നുണ്ട്. ചുറ്റും ചെയർ വെച്ചത് പട്ടികൾ സിറ്റ് ഔട്ടിൽ കയറുന്നതുകൊണ്ടാണ്. അത് ചെയർ വെച്ചിട്ട് കവർ ചെയ്ത് രാത്രി ഇനി അതൊക്കെ മാറ്റും. എന്നിട്ട് ബാക്കി തിരുവോണത്തിന് ഞാനിട്ട പൂക്കളം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ഇതാ ഇന്നത്തെ പൂക്കളാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു തിരുവോണത്തിൻ്റെ പൂക്കളം? കൊള്ളായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടിരുന്നു. മഴയുണ്ട് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തലശ്ശേരിക്കാർ കുറച്ച് വ്യത്യസ്തരാണ്. സദ്യയല്ല ബിരിയാണിയാണ്. ഇതാ പിന്നെയും ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. നിന്ന് തരില്ല. കണ്ടോ എല്ലാ ഫോട്ടോത്തിലും അവൾ തല താഴ്ത്തി നിന്നത്. അപ്പോൾ എൻ്റെയും അമ്മേൻ്റെയും കുറച്ച് 2-3 ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഓണക്കോടി എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യട്ടോ. മോളെ ഡ്രസ്സ് പട്ടുപാവാട. എൻ്റെ ഉത്രാടം തിരുവോണ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബായ്.